കണ്ണൂർ ചെറുപുഴ തയ്യേനിയിൽ ഉരുൾപൊട്ടലിൽ അതിശക്തമായിട്ടുള്ള കല്ലും മണ്ണുമൊക്കെ തന്നെ ഒഴുകിയെത്തിയിട്ടുണ്ട്. ജനവാസ കേന്ദ്രത്തിലേക്ക് അവശിഷ്ടങ്ങൾ എത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. ദൃശ്യങ്ങളാണ്. CK വിജയൻ ചെയ്യുന്നുണ്ട്. CK, അതിശക്തമായി ജലപ്രവാഹമാണ്, അവശിഷ്ടങ്ങളും പോകുന്നത്, സമീപത്തെ വീടും കാണുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? അല്പസമയം മുൻപാണ് രതീഷ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. ചെറുപുഴ നമുക്കറിയാം ഈ മലയോര മേഖലയാണ്. അതിശക്തമായ മഴ ഇന്നലെ രാത്രി മുതൽ ഈ ഭാഗത്തെല്ലാം തന്നെ പെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ തയ്യേനി എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ഉമയൻചാൽ എന്നാണ് ആ ഏരിയയെ പൊതുവിൽ അറിയപ്പെടുക, ആ സ്ഥലത്താണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. ആ പേടിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഭയാനകമായ രീതിയിൽ മണ്ണും വെള്ളവും കുത്തി ഒഴുകി ജനവാസ കേന്ദ്രത്തിലേക്ക് വരുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. ഫയർഫോഴ്സിലാണ് ആദ്യമായി ഒരു ഫോൺ കോൾ വരുന്നത്, ഇത്തരത്തിൽ ഉരുൾപൊട്ടി എന്ന് പറഞ്ഞ്. അവർ ഉടൻ തന്നെ ആൾക്കാർ അങ്ങോട്ട് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ ആളപായമോ മറ്റു നാശനഷ്ടങ്ങളോ ഉള്ളതായി ഇപ്പോൾ വിവരം ലഭിച്ചിട്ടില്ല. എന്തായാലും കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും കൂടുതൽ വിവരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പ്രദേശത്ത് ജനങ്ങളൊക്കെ കൂടുതലായി വീടുകളൊക്കെ ഉള്ള സ്ഥലമാണോ? നമുക്ക് ദൃശ്യങ്ങളിൽ 1-2 വീടുകൾ കാണുന്നുണ്ട്. തീർച്ചയായും അതെ. ഈ ചെറുപുഴയുടെ ഈ ടൗൺ ഭാഗത്തേക്ക് വരുമ്പോൾ വലിയ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ്. പക്ഷെ അതിന്റെ 2 മടക്കുകളായി വലിയ കുന്നുകളും അതോടൊപ്പം തന്നെ മലകളുമാണ്. ഈ ഭാഗത്ത് സാധാരണ കനത്ത മഴയുണ്ടാകുമ്പോൾ ഉരുൾപൊട്ടുക വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഇത് അതിനേക്കാളും കൂടുതൽ ശക്തമായ രീതിയിൽ ഉണ്ട് എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത്. പക്ഷേ രാവിലെ മുതൽ തന്നെ ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഈ അപകട മേഖലകളിൽ നിന്ന് ആൾക്കാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ആ ദൃശ്യം അങ്ങേയറ്റം പേടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. CK വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഭീതിപ്പെടുത്തുന്ന ദൃശ്യമാണിപ്പോൾ കാണുന്നത്. ജനവാസ മേഖല തന്നെയാണ്. അവിടേക്കാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. കല്ലും മണ്ണും കല്ലുമൊക്കെ തന്നെ ഒഴുകിപ്പോയി.